ഈ വീഡിയോ എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ടാണ്. ചെസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഷോൾഡർ പെയിൻ ഉണ്ടാകുന്നെങ്കിൽ അതിന്റെ റീസൺ എന്താണെന്നാണ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുക, ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഞാനിവിടെ പറയാൻ പോകുന്നത് പ്യൂർലി സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, എന്റെ എക്സ്പീരിയൻസും അതുപോലെ എന്റെ ക്ലയൻസിനെ ഞാൻ ട്രെയിൻ ചെയ്ത് സക്സസ് ആക്കിയിട്ടുള്ളതുമായ കാര്യങ്ങളാണ്. ചെസ്റ്റിന് ചെയ്യുമ്പോഴുള്ള ഷോൾഡർ പെയിൻ നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മിഡിൽ ഡെൽറ്റോയിഡും അതുപോലെ റിയൽ ഡെൽറ്റ് മസിലും സ്ട്രെങ്തൻ ചെയ്യണം. ചെസ്റ്റിന് ചെയ്യുന്ന ദിവസം നിങ്ങൾ മിഡിൽ ഡെൽറ്റോയിഡും 1-2 എക്സസൈസ് എങ്കിലും മിനിമം നിങ്ങൾ ചെയ്തിരിക്കണം. അതിനുവേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഡംബൽ സൈഡ് റേസും കേബിൾ സൈഡ് റേസും ആണ്. ഒട്ടുമിക്ക ആളുകളും ഒട്ടും തന്നെ ഫോക്കസ് ചെയ്യാത്തൊരു മസിലാണ് റിയർ ഡെൽറ്റ് മസിൽ. പക്ഷേ ഷോൾഡർ പെയിൻ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും ആഴ്ചയിൽ 2 ദിവസമെങ്കിലും റിയർ ഡെൽറ്റ് മസിൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസ് ചെയ്തിരിക്കണം. ഇനി ഞാൻ അതിനു വേണ്ടി സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സസൈസ് ആണ് റിയർ ഡെൽറ്റ് ഡംബൽ റോ. ബൈ ദിസ് എക്സസൈസ് മീൻസ് നമ്മൾ ചെസ്റ്റിന് ചെയ്യുന്ന വെയിറ്റിന്റെ ഏകദേശം 70 to 75% വെയിറ്റ് നമുക്ക് ഈ എക്സസൈസിനും എടുക്കാവുന്നതാണ്. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മൂവ്മെന്റ് ഹൊറിസോണ്ടൽ അബ്ഡക്ഷൻ ആയിരിക്കണം. അല്ലാതെ നമ്മൾ ലാറ്റ്സിന് വർക്കൗട്ട് ചെയ്യുമ്പോൾ ബോഡിയോട് ചേർന്ന് പുള്ളി ചെയ്യുന്നത് പോലെ പൊക്കരുത്. മൂവ്മെന്റ് വൈഡ് ആയിരിക്കണം. അതായത് ചെസ്റ്റ് ചെയ്യുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് മൂവ്മെന്റ്, എങ്കിൽ മാത്രമേ നമുക്ക് റിയർ ഡെൽറ്റ് മസിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റൂ. സെക്കൻഡ് വൺ, പെക്ടക് റിവേഴ്സ് ഫ്ലൈ. ഇതൊരു ഐസൊലേഷൻ മൂവ്മെന്റ് ആണെങ്കിൽ റിയർ ഡെൽറ്റ് മസിൽ സേഫ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ നല്ലൊരു എക്സസൈസ് തന്നെയാണ്. ഇനി നിങ്ങൾ അക്കൗണ്ട് ഫോളോ ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്.